കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ കേസിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നു. അവർക്ക് ആസ് യൂഷ്വൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി ജനിച്ച് കുറച്ച് 1-2 മാസങ്ങൾക്ക് ശേഷം വീട്ടിലുള്ള എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ മൂലം ഈ ഭർത്താവ് എന്ത് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തു. അതിൻ്റെമായി ബന്ധപ്പെട്ട് വീട്ടിൽ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ മരുമകൾ എന്ത് ചെയ്യുന്നു, ചെലവിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി നോക്കി പിടിച്ചു വന്നപ്പോൾ അതിൽ പെൺകുട്ടി പറയുന്ന കാര്യം ഇതാണ്: ഭാര്യയ്ക്ക് ചെലവിന് വേണ്ട, പക്ഷേ ഈ 3.5 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള പെൺകുട്ടിക്ക് മാത്രം മെയിൻ്റനൻസ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാമിലി കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ഫാമിലി കോടതി എന്ത് ചെയ്തു, ആ കുഞ്ഞു കുട്ടിക്ക് 5000 രൂപ ഒരു പ്രതിമാസം ചെലവിന് കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവിറക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ മരിച്ചുപോയ സ്ഥിതിക്ക് ഈ പറഞ്ഞ തുക കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം അച്ഛൻ്റെ അച്ഛൻ, അതായത് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛനാണ് ആ ഒരു ഉത്തരവാദിത്തം കോടതി കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അച്ഛന് പകരം മുത്തച്ഛൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ ഫാമിലി കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ഈ മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2021 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ ഒന്നും തന്നെ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഫോർമാറ്റ് ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ല. അങ്ങനെ ഫോർമാറ്റ് ഫില്ല് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഫോർമാറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെയാണ് ഈ കുട്ടിക്ക് 5000 രൂപ പ്രതിമാസം കൊടുക്കണമെന്ന് ഫാമിലി കോടതി വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അച്ഛൻ മരിച്ചിട്ട് മുത്തച്ഛനാണ് പൈസ കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ഫാമിലി കോടതി ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഇവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിം നിയമപ്രകാരം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ പെൺകുച്ചിനെ നോക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ടും പിതാവിൻ്റെ അച്ഛനിലേക്കാണ് വരിക. അതായത് ഈ കുഞ്ഞു കുട്ടിയുടെ മുത്തച്ഛനിലേക്കാണ് അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം വന്നു ചേരുക. അത് മുസ്ലിം പേഴ്സണൽ നിയമപ്രകാരം അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ കുടുംബ കോടതി 5000 രൂപ വിധിക്കുന്ന സമയത്ത് ഈ ഭാര്യയുടെ വീട്ടുകാർ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ല എന്ന കാര്യം കുടുംബ കോടതിയിൽ ഈ പറയുന്ന പ്രതിഭാഗം ആരും തന്നെ ആ സമയത്ത് ഉന്നയിച്ചിട്ടില്ല. ഇനി അഥവാ തന്നെ ഉന്നയിച്ചാലും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാര്യ അല്ല ചെലവിന് വേണമെന്ന് പറഞ്ഞേക്കണത്, അല്ലെങ്കിൽ ഭാര്യയ്ക്കല്ല ചെലവിന് വേണമെന്ന് പറഞ്ഞേക്കണത്, ഈ കുഞ്ഞു കുട്ടിക്കാണ് ചെലവിന് വേണമെന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ കുഞ്ഞു കുട്ടിക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ 18 പേജുള്ള പെർഫോമ ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. അത് ഫില്ല് ചെയ്യാനുള്ള പരിപൂർണ്ണ ഉത്തരവാദിത്തം എപ്പോൾ മാത്രമാണ്, ഭാര്യയ്ക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫോമിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടുള്ള ആ പെറ്റീഷൻ കോടതി തള്ളിക്കളയുകയും കുടുംബ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുകയും ചെയ്തുകൊണ്ട് മുത്തച്ഛൻ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ഈ പെൺകുട്ടിക്ക് പ്രതിമാസം 5000 രൂപ ചെലവിന് കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിധിയാണ് ഉത്തരവാക്കിയിട്ടുള്ളത്. ഉത്തരവ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് ഈ ഉത്തരവ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വിധിയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കുവാനായിട്ടേ സാധിക്കും. അപ്പോൾ സിമിലർ സിറ്റുവേഷനിലുള്ള ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ വിധിയുടെ ആനുകൂല്യം നിങ്ങൾക്കും നേടി എടുക്കാവുന്നതാണ്. ക്ലിയർ ആയില്ലേ? സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.